ചിമ്മിനി ഡാമിലേക്കൊന്ന് പോയാലോ നമുക്ക്? നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽപ്പെട്ട വരന്തരപ്പള്ളി, ആ ഗ്രാമപഞ്ചായത്തിലെ പാലപ്പള്ളിക്ക് സമീപം എത്തിപ്പാറയിൽ ആണ് നമ്മുടെ ഈ ചിമ്മിനി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ ചിമ്മിനി കാടുകളിലെ മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചിമ്മിനി പുഴയുടെ കുറുകെ 1996-ലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് കേട്ടോ അത്. വെള്ളം നല്ല രീതിയിൽ തുറന്നു വിട്ടിട്ടുണ്ട്. മഴവില്ലൊക്കെ അതിൽ കാണാം. വെള്ളത്തിന്റെ മിസ്റ്റ് നമ്മളുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക തരം വൈബാണ് ഇവിടെ ചുറ്റിലും ഉള്ളത് കേട്ടോ. സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി ഇവിടെ ഊഞ്ഞാല് ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഡാം അധികൃതര്. അപ്പോൾ അതിൽ ഒന്നിരുന്ന് നമുക്ക് സന്തോഷത്തോടു കൂടി പഴയ കാലം പോലെ ഒന്ന് ഊഞ്ഞാലൊക്കെ ആടാം. ഇനി ഇത് ഡാമിന്റെ റിസർവോയറിൽ നമുക്ക് ഒരു ഭാഗത്ത് ഇറങ്ങാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. കുറച്ച് മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇറങ്ങാം. അവിടെ നിന്നുള്ള കാഴ്ചയാണ് അത് കേട്ടോ. ഇവിടെ നമുക്ക് കടലാണോ എന്നൊക്കെ തോന്നിപ്പോവും, പക്ഷെ കടലൊന്നുമല്ല, നമ്മുടെ ഡാമിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാനും എല്ലാവർക്കും സന്തോഷിക്കാനും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ കൂടാതെ ഇവിടെ വഞ്ചിയുടെ സവാരിയൊക്കെ ഉണ്ട് ഈ ഡാമിന്റെ ഈ കാച്ച്മെന്റ് ഏരിയയിൽ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് സൺഡേസിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇത്തിരി നേരത്തെ അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കൊട്ടവഞ്ചി സവാരി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവര് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യില്ല. ഡാമിന്റെ ചുറ്റും ഉള്ള ഒരു പ്രകൃതി, ആകാശം നീല കളറ്, ചുറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ണോടിക്കുമ്പോൾ. അത്യാവശ്യം ആൾക്കാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയിരുന്നു. അധികം വെള്ളമുള്ള സമയത്ത് ഇങ്ങനെ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ ഇറങ്ങരുത് കേട്ടോ. ഇതിപ്പോ അധികം വെള്ളമില്ലാത്തൊരു സമയം ആയതുകൊണ്ട് നമ്മളത്ര റിസ്ക് അല്ലാത്ത ഒരു ടൈം പീരീഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. ഇനി തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന ഭാഗത്തും ഇങ്ങനെ ഒരു സ്ലിംഗ് ടൈപ്പ് ഊഞ്ഞാല് ഉണ്ട്. ഒന്നും കൂടെ കുറച്ചു നേരം കൂടി ഒന്ന് ആടി സന്തോഷിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. തിരിച്ചിനി വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇവിടെ തന്നെ ചെലവഴിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.